എന്താ നിന്റെ പേര്? നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് നോക്കിയൊരു ശില പോലെ ഇരിക്കുകയായിരുന്നവളെ നോക്കി പുച്ഛത്തോടെ അവൻ ചോദിച്ചു. പെടുന്നനെ ഒരു ഞെട്ടലോടെ അവൾ കിടക്കയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. അവന്റെ ചോദ്യം പിടയുന്ന ഹൃദയത്തിൽ നീറ്റൽ പടർത്തുന്നത് അവൾ അറിഞ്ഞു. നിമിഷങ്ങൾക്ക് മുമ്പ് തന്റെ കഴുത്തിലെ താലി ചാർത്തിയവനാണ് ചോദിക്കുന്നത്. മുന്നിൽ നിൽക്കുന്നവന്റെ നോട്ടത്തിൽ പോലും തന്നെ ചുട്ടരിക്കാൻ പാകത്തിന് അഗ്നിയുണ്ടെന്ന് തോന്നിയതും അവളൊരു പിടച്ചിലോടെ മുഖം കുനിച്ചു കളഞ്ഞു. അപ്പോഴും കണ്ണുകൾ പെയ്തൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. എന്താടി, നിനക്ക് ചെവി കേൾക്കില്ലേ? അതോ വായിൽ നാക്കില്ലേ? മറുപടി പറയാതെ വിറച്ചോണ്ട് നിൽക്കുന്നവളെ നോക്കി അവൻ അലറി. മുന്നിലൊരു ചെകുത്താന്റെ ഭാവത്തിൽ നിൽക്കുന്നവനെ നോക്കി ഒന്ന് ശിരസനക്കാൻ മാത്രമേ ആ പെണ്ണിന് സാധ്യമായുള്ളൂ. കാരണം അത്രമേൽ ആഴത്തിൽ ഭയം അവളെ വരിഞ്ഞു മുറുകിയിരുന്നു. വായ തുറന്ന് പറയടി. എനിക്ക് ഈ കാര്യം ചോദിക്കുമ്പോൾ ഊമ കളിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ കലി കയറും. ആത്മിക. അവളുടെ അധരം വിറച്ചു. നല്ല പേര്. ബാക്കിയുള്ളവരുടെ ജീവിതം തുലയ്ക്കാൻ കെട്ടിയെടുത്തവൾക്കിടാൻ പറ്റിയ പേര്. പുച്ഛവും വെറുപ്പും നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞതും നെഞ്ചിൽ നീറുന്ന വേദനയിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. കട്ടി കൺപീലികളെ നനച്ചുകൊണ്ട് കണ്ണുനീർ കവിളിലേക്ക് കുതിച്ചിറങ്ങി. നിന്ന് മോങ്ങാതെ അവിടെ എങ്ങാനും ഇരിക്കടി. എന്തായാലും തലയിലായി. ഇനിയിപ്പോ ചുമന്നല്ലേ പറ്റൂ. ഇട്ടിരുന്ന ഷർട്ടൂരി ബെഡിലേക്ക് എറിഞ്ഞിട്ട് കബോർഡിൽ നിന്നും ഒരു ടവലും എടുത്തുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയതും നെഞ്ചുലഞ്ഞു കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് ബെഡിലേക്ക് കമഴ്ന്നു വീണു. അവളുടെ കരച്ചിൽ ചീലുകൾ ബാത്റൂമിൽ കേട്ടെങ്കിലും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പുച്ഛഭാവത്തിൽ അവൻ ഷവറിനടിയിൽ കയറി നിന്നു. തലവഴി ഒഴുകിയിറങ്ങുന്ന ജലധാരയ്ക്കിടയിൽ ശ്വാസം പിടിച്ചു നിൽക്കുമ്പോൾ അവൻ ചിന്തിച്ചത് മുഴുവൻ നിമിഷ നേരം കൊണ്ട് മാറി മറിഞ്ഞ് തന്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. ഇതുവരെ ഒരു പെണ്ണിനെക്കുറിച്ച് ചിന്തിച്ചിട്ടു പോലുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തിരിക്കുന്നവളുടെ കഴുത്തിൽ കിടക്കുന്നത് താൻ കെട്ടിയ താലിയാണ്. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരു കൊച്ചു പെണ്ണിന്ന് തന്റെ ഭാര്യയായിരിക്കുന്നു. എല്ലാം കൂടി ഓർത്തപ്പോൾ രക്തം തിളയ്ക്കും പോലെ തോന്നിയ അവൻ മുന്നിലെ ചുവരിലേക്ക് മുഷ്ടി ചുരുട്ടിയിടിച്ചു. നൊമ്പരം, തലച്ചോറ് തുളയ്ക്കുന്ന നൊമ്പരം. പക്ഷേ അതിനു പോലും താളം തെറ്റി മിടിക്കുന്ന ഹൃദയത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ദേഷ്യമോ സങ്കടമോ പകപ്പോ ഒക്കെ ചേർന്ന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു അവൻ. ഏറെ നേരത്തിനു ശേഷം അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കരഞ്ഞു തളർന്ന് ബെഡിൽ കിടന്നുറങ്ങിപ്പോയിരുന്നു അവൾ. ഓ, കിടക്കുന്ന കണ്ടാൽ ഒറ്റ ചവിട്ടിന് തീർക്കാനാ തോന്നുന്നത്. പക്ഷേ അതിനും വയ്യല്ലോ. പിറുപിറുത്തുകൊണ്ട് അവൻ വസ്ത്രം മാറാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വരുമ്പോഴായിരുന്നു ടേബിളിലിരുന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തത്. ഇതിന് ഏത് കുരിശാണാവോ? പിറുപിറുത്തുകൊണ്ട് അവൻ വേഗം ചെന്ന് ഫോൺ എടുത്തു. ഹലോ ഡാഡി. ആ, ഇവിടെയുണ്ട്. ആ, ശരി ഡാഡി, ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. മറുവശത്തു നിന്ന് കേട്ട വാർത്ത ഒട്ടും നല്ലതല്ലെന്ന് സൂചിപ്പിക്കും വിധം വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ അവൻ ബെഡിലൊരു പാവക്കുട്ടിയെപ്പോലെ ഉറങ്ങിക്കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്കിട്ടു. ഡീ. എല്ലാം ചെയ്തു വെച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുന്നവളെ കാണെ കലിയോടെ അവനലറി. ആ ഒച്ചയിൽ മുറിയാകെ കുലുങ്ങിയിട്ട് പോലും ആമിയിൽ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഓ, ബാക്കിയുള്ളവരുടെ ജീവിതം തുലച്ചിട്ട് കിടന്നുറങ്ങുന്ന കണ്ടില്ലേ. ഡീ, എണീക്കടി. ബെഡിനരിയിലേക്ക് ചെന്ന് നിന്ന് അവളുടെ പുറത്ത് ആഞ്ഞൊന്നടിച്ചുകൊണ്ടായിരുന്നു അടുത്ത വിളി. പക്ഷേ അപ്പോഴും അവൾക്ക് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ നെഞ്ചിലെ ഏതോ ഒരു കോണിൽ ഭയമുറഞ്ഞു കൂടുന്നത് അവൻ അറിഞ്ഞു. ഡീ, ഡീ, എണീക്കാൻ. ഒരിക്കൽ കൂടി അവളെ തട്ടി വിളിക്കാനൊരു ശ്രമം നടത്തി നോക്കിയിട്ട് അവൻ വേഗം ചെന്ന് ഫ്രിഡ്ജിൽ നിന്നും ഒരു ബോട്ടിൽ തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്ന് ശക്തിയിൽ അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. വല്ലാതെ ക്ഷീണിച്ച സ്വരത്തിൽ ഞരങ്ങിക്കൊണ്ട് അവൾ പതിയെ കണ്ണു തുറന്നു. അത്രയും അടുത്ത് കലിതുള്ളി നിൽക്കുന്നവനെ കണ്ടതും ആ കണ്ണുകൾ വീണ്ടും ഭയം കൂടുകൂട്ടി. സ്വയം അറിയാതെ കൈകൾ ഉയർത്തി അവൾ മാറിൽ പിണച്ചു വെച്ചു. ഞാൻ നിന്റെ കൊഴുപ്പ് കണ്ടുകൊണ്ട് വന്നതൊന്നുമല്ല. വിളിച്ചിട്ട് അനക്കമില്ലാഞ്ഞപ്പോൾ ചത്തോന്ന് നോക്കിയതാ. തമ്പുരാട്ടിയുടെ പള്ളി ഉറക്കം കഴിഞ്ഞെങ്കിൽ എണീറ്റ് ഫ്രഷായി വാ. നിന്റെ തള്ളയും തന്തയും വന്നിട്ടുണ്ട്. പോയി അനുഗ്രഹം വാങ്ങിക്കാൻ. അച്ഛൻ. അവന്റെ വാക്കുകൾ കേട്ടതും അതുവരെ ഇല്ലാത്തൊരു ഊർജത്തോടെ അവൾ പിടഞ്ഞെഴുന്നേറ്റു. പക്ഷേ ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങും മുമ്പ് അതേപോലെ കുഴഞ്ഞു വീണുപോയിരുന്നു. എന്താടി കിടന്ന് ഷോ കാണിക്കുന്നേ? എനിക്ക് വല്ലാതെ തല ചുറ്റുന്നു. ശരീരത്തിനൊരു ബലം തോന്നുന്നില്ല. നെറ്റി അമർത്തി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചു. പിന്നെ മറുപടിയൊന്നും പറയാതെ കിച്ചണിലേക്ക് പോയി. ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് അല്പം കൂടുതൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് തിരികെ അവൾക്കരികിലേക്ക് വന്നു. ആമി എപ്പോഴും നേർത്ത മഴക്കത്തിൽ തന്നെയായിരുന്നു. ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചിട്ട് ഒരു ദയയും കൂടാതെ അവളെ പിടിച്ചെണിപ്പിക്കുമ്പോൾ അവളെപ്പോലൊരു പെണ്ണ് യാതൊരു ദാക്ഷിണ്യവും അറിയിക്കുന്നില്ല എന്നൊരു ഭാവമായിരുന്നു അവനിൽ പ്രകടമായിരുന്നത്. എന്താ ഇത്? ടെറസിൽ താങ്ങിയിരുത്തിയിട്ട് ചുണ്ടോട് ചേർത്ത ഗ്ലാസ് തട്ടി നീക്കിക്കൊണ്ട് വെപ്രാളത്തിൽ അവൾ ചോദിച്ചു. വിഷമൊന്നുമല്ല, ലൈം ജ്യൂസാ. മണിക്കൂർ കുറച്ചായില്ലേ ഇരുന്ന് മോങ്ങൽ തുടങ്ങിയിട്ട്. BP കുറഞ്ഞതായിരിക്കും. ഇത് കുടിക്ക്. ഒട്ടും മയമില്ലാതെ പറഞ്ഞവനെ ഒന്ന് നോക്കാൻ പോലുമുള്ള ധൈര്യമില്ലാഞ്ഞിട്ട പോലെ കണ്ണുകൾ ഇറുക്കിയടച്ചുകൊണ്ട് അവൾ ഗ്ലാസ്സിലുള്ളത് മുഴുവൻ കുടിച്ചു.
ഒരു 10 മിനിറ്റ് കൂടി കിടന്നോ, എന്നിട്ട് പോകാം. എൻ്റെ അച്ഛനും അമ്മയും ഗ്ലാസുമായി തിരികെ പോകാൻ തുനിഞ്ഞവനെ നോക്കി അവൾ മന്ത്രിച്ചു. ആ, അവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. ആ നേരം കൊണ്ട് നിന്നെപ്പോലെ ഒരുത്തിയെ ഉണ്ടാക്കിയതോർത്ത് പശ്ചാത്തപിക്കട്ടെ രണ്ടും. പറഞ്ഞിട്ട് അവൻ തിരികെ കിച്ചണിലേക്ക് തന്നെ പോയി. താൻ കാരണം ഒന്നും അറിയാത്ത തൻ്റെ അച്ഛനമ്മമാരും കൂടി ക്രൂശിക്കപ്പെടുകയാണല്ലോ എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും പെയ്തു തുടങ്ങി. പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന കളരിക്കൽ തറവാടിന് മുന്നിലേക്ക് വന്നു നിന്ന കറുത്ത ആഡംബര കാറിൽ നിന്ന് തുടർച്ചയായി ഹോൺ മുഴങ്ങിയതും സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് ഇരുവശത്തേക്കും മലർക്കെ തുറന്നു. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നവൻ അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് വണ്ടി അകത്തേക്ക് കയറ്റി. വണ്ടി പോർച്ചിലേക്ക് കയറി നിശ്ചലമായതും ആമി വെപ്രാളത്തോടെ ചുറ്റും നോക്കി. തമ്പുരാട്ടി ഇനി ആനയും അമ്പാരിയും ഉണ്ടെങ്കിലേ ഇറങ്ങത്തുള്ളോ? ആ വീടിന്റെ പ്രൗഢിയൊക്കെ നോക്കി ഭയന്ന് വിറച്ചിരിക്കുന്നവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ തന്നെ അവളും. ഫോൺ ജീൻസിന്റെ പോക്കറ്റിലേക്ക് തിരികിക്കൊണ്ട് അകത്തേക്ക് പോകുന്നവന്റെ പിന്നാലെ ചെല്ലുമ്പോൾ അവിടെ എന്താകും തന്നെ കാത്തിരിക്കുന്നതെന്ന ടെൻഷനിൽ ആമിയുടെ ഉടലാകെ വിറപൂണ്ടിരുന്നു. ഇതിനിടയിൽ സ്റ്റെയർകേസിന് മുകളിൽ നിന്നുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നവനെയും അവന്റെ ഒപ്പമുള്ളവളെയും കണ്ടപ്പോൾ തന്നെ ഒരുവൻ മുകളിലേക്ക് ഓടി മറഞ്ഞു. അച്ഛാ! ആഡംബരം വിളിച്ചോതുന്ന സ്വീകരണ മുറിയിലേക്ക് കടന്നതും പരിചിതരായ ഒരു കൂട്ടം ആളുകൾക്കൊപ്പം ഇരിക്കുകയായിരുന്ന തൻ്റെ അച്ഛനമ്മമാരെ കണ്ടതും സർവ്വതും മറന്നതുപോലെ വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്ന മനുഷ്യനെ പുണർന്നു. അയാൾക്കരികിൽ നിൽക്കുകയായിരുന്ന സ്ത്രീ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് സാരിത്തുമ്പ് കൊണ്ട് വായ് പൊത്തി. അച്ഛാ! കണ്ണുനീരിനിടയിലും അവൾ വിളിച്ചത് കേട്ട് ചങ്ക് കലങ്ങിയെങ്കിലും നന്ദകുമാർ വിളി കേൾക്കുകയോ മകളെ ഒന്ന് ചേർത്തു പിടിക്കുകയോ ചെയ്തില്ല. നെഞ്ചു വിങ്ങിപ്പൊട്ടുന്ന വേദനയിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒരു ശില പോലെ നിന്നതേയുള്ളൂ അയാൾ. അച്ഛാ! എന്താ അച്ഛാ എന്നോടൊന്നും മിണ്ടാത്തത്? എന്നെ ഒന്ന് നോക്കച്ചാ! പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നവളെ ഒന്ന് ചേർത്തണച്ച് ആശ്വസിപ്പിക്കാൻ പോലും മുതലാലെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞിരുന്നു ആ മനുഷ്യൻ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലച്ചാ. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അത്രമാത്രം പറയാനേ ആമയ്ക്ക് സാധിച്ചുള്ളൂ. അപ്പോഴേക്കും സഹി കെട്ടതുപോലെ നന്ദകുമാർ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി നിർത്തിയിരുന്നു. അച്ഛാ! വീണ്ടും തന്നോടടുക്കാൻ ശ്രമിക്കുന്നവളുടെ കരണത്ത് ആഞ്ഞടിക്കുമ്പോൾ നെഞ്ചു പൊള്ളിയിട്ടെന്ന പോലെ അയാളുടെ കണ്ണുകളും സജലമായിരുന്നു. അതുവരെ അവരെ തന്നെ നോക്കി നിന്നവരെല്ലാം ഞെട്ടിപ്പോയിരുന്നു ആ നിമിഷം. കാരണം നന്ദകുമാറിൽ നിന്നും അത്തരമൊരു പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മിണ്ടിപ്പോകരുത് നീ. ഇനി എന്നെ അച്ഛാന്ന് വിളിച്ചാലുണ്ടല്ലോ, ജന്മം തന്നു പോയതുകൊണ്ട് മാത്രം വേണ്ടെന്ന് വെച്ച ആ കർമ്മം ഞാനങ്ങ് ചെയ്യും. ഒരാശ്രയത്തിന് ഓടി അണഞ്ഞപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സ്വന്തം അച്ഛനിൽ നിന്നുമുണ്ടായ പെരുമാറ്റത്തിൽ തകർന്നുടഞ്ഞു പോയിരുന്നു ആമി. എല്ലാവരാലും തഴയപ്പെട്ട ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയില്ലെന്ന് പോലും തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. അമ്മേ, എന്നെ ഒന്ന് വിശ്വസിക്കമ്മേ. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പൂർണിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാചിക്കും പോലെ പറഞ്ഞവളെ നോക്കി നിൽക്കുമ്പോൾ ദേഷ്യം കൊണ്ട് നന്ദകുമാറിന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോടി നിനക്ക് ഇങ്ങനെയൊരവസ്ഥയിൽ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നത്? അഗ്നിയാളുന്ന കണ്ണുകളോടെ അവളെ നോക്കി അയാൾ അലറി. ആ ചോദ്യത്തിനൊരു മറുപടി നൽകാൻ കഴിയാതെ തറഞ്ഞു നിന്നതേയുള്ളൂ ആമി. അമ്മ! നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൾ വീണ്ടും വിളിച്ചതും കണ്ണുനീരണിഞ്ഞു നിന്നിരുന്ന ആ സ്ത്രീ നിസ്സഹായതയോടെ തല കുനിച്ചു കളഞ്ഞു. അമ്മയെങ്കിലും എന്നോടൊന്ന് മിണ്ട്. എന്നെ ഒന്ന് വിശ്വസിക്കാൻ അച്ഛനോട് പറയമ്മ. പെറ്റമ്മയെ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൾ അലറിക്കരഞ്ഞു. മതി അഭിനയിച്ചത്. ബാക്കി ചോദ്യവും പറച്ചിലുമൊക്കെ വീട്ടിൽ ചെന്നിട്ട്. അവളെ പിടിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പറയുമ്പോൾ നന്ദകുമാറിന്റെ സ്വരം വല്ലാതെ കല്ലിച്ചു പോയിരുന്നു. അത് കേട്ടപ്പോൾ അവിടെ നിന്ന് ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിൽ പോലും എല്ലാം കണ്ടും കേട്ടും ഒറ്റപ്പെട്ട് മാറി നിന്നിരുന്നവന്റെ മുഖം മാത്രമൊന്ന് ചുളിഞ്ഞു. സാർ! തൻ്റെ അരിയിലേക്ക് വന്ന് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ച ആ മനുഷ്യനെ നോക്കുമ്പോൾ പോളിന്റെ കൈകളിൽ അലിവ് നിറഞ്ഞിരുന്നു. എന്റെ മകൾ കാരണം സാറിനും കുടുംബത്തിനും ഉണ്ടായ അപമാനം ചെറുതല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് എന്റെ മകളുടെ തെറ്റിന് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുവാ ഞാൻ. എന്താടോ ഇത്? ഇങ്ങനെയൊന്നും പറയരുത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതിന്റെ പേരിൽ പരസ്പരം പഴിചാരിയിട്ട് എന്ത് കാര്യം? മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്നല്ലാതെ. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല സാർ. ആ അവസ്ഥയിൽ ഇവളുടെ മാനം കാക്കാൻ ഇങ്ങനെയെടുത്ത് താലികെട്ടി നടത്തിയത് നിങ്ങളുടെ വലിയ മനസ്സാ. പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ അള്ളിപ്പിടിച്ചു നിന്ന് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ ഇറങ്ങുക. വിളയും കൊണ്ടുപോവുക. നന്ദകുമാറിന്റെ അവസാന വാക്കുകൾ കേട്ട് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം പകച്ചു നിൽക്കുകയായിരുന്നു. നന്ദ, അത് ഈ കുട്ടി ഇപ്പോൾ റയാന്റെ? വേണ്ട സാർ, എനിക്കിതൊന്നും കേൾക്കണ്ട. ദയവ് ചെയ്ത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. മുന്നിൽ നിന്ന് കൈകൾ കൂപ്പി അപേക്ഷിക്കുന്ന അയാളോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി പോയ പോൾ വിഷമത്തോടെ മകനെ നോക്കി. അവൻ പക്ഷേ ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. വാടി,
ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതും മകളുടെ മറുകയിൽ മറ്റൊരു കൈ മുറുകിയത് കണ്ട് നന്ദനൊന്നു നിന്നു. എങ്ങോട്ടാ? അതുവരെ മൗനമായി നിന്നിരുന്നവന്റെ ഘനഗംഭീരമായ സ്വരമുയർന്നതും എല്ലാ കണ്ണുകളും അവനിലേക്കായിരുന്നു. ഞങ്ങൾക്ക് പോണം. നിങ്ങൾക്ക് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാം. ഐ ഡോണ്ട് കെയർ. പക്ഷേ പോവുമ്പോൾ ഒപ്പം ഇവളുണ്ടാവില്ല. ആരെയും കൂസാതെ ദൃഢസ്വരത്തിൽ അവൻ പറഞ്ഞതും ആമിയുടെ മിഴികളും അവനിൽ ചെന്ന് തറച്ചു. എന്റെ മകളെ കൊണ്ടുപോകാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. നന്ദന്റെ സ്വരം കല്ലിച്ചു. അത് ചുറ്റുമുള്ളവരെല്ലാം ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും റയാനിൽ അപ്പോഴും ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. ശരിയായിരിക്കാം. പക്ഷേ എന്റെ ഭാര്യയെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ സമ്മതമുണ്ടായേ പറ്റൂ. അവനിൽ നിന്ന് മുതിർന്ന ആ വാക്കുകൾ ആമിയുടെ ഹൃദയത്തിലേക്കായിരുന്നു ചെന്ന് തറച്ചത്. അവൾ പകപ്പോടെ അവനിലേക്ക് പാളി നോക്കി. ഇവളെങ്ങനെയാ നിന്റെ ഭാര്യയായത്? എങ്ങനെയാണെങ്കിലും നൗ ഷീസ് മൈ വൈഫ്. അതുകൊണ്ട് തന്നെ അച്ഛനല്ല ആരാണെങ്കിലും ഇവളെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ കെട്ടിയ മിന്നവളുടെ കഴുത്തിലുള്ളിടത്തോളം കാലം ആത്മിക എന്റെ ഭാര്യയായി എന്റെ ഒപ്പം തന്നെ ജീവിക്കും. റയാൻ! മകന്റെ വാക്കുകൾ കേട്ട് നന്ദകുമാറിന്റെ ഭാവം മാറുന്നത് ശ്രദ്ധിച്ച് പോൾ ശാസനയോടെ വിളിച്ചു. വേണ്ട ഡാഡി, ഇക്കാര്യത്തിൽ മറ്റാരുടെയും അഭിപ്രായം എനിക്ക് കേൾക്കണമെന്നില്ല. ഇവളുടെ കഴുത്തിൽ ഞാൻ മിന്നുകെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൾ എന്റെ കൂടെ തന്നെ ജീവിക്കും. അതിന് ആരുടെ മകളായാലും എന്റെ തീരുമാനത്തിലൊരു മാറ്റവുമില്ല. പറഞ്ഞതും ബലമായി തന്നെ അവളെ അയാളിൽ നിന്ന് പിടിച്ചെടുത്ത് തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു അവൻ. ആ നിമിഷമൊക്കെയും അവനിൽ മാത്രമായിരുന്നു ആമിയുടെ കണ്ണുകൾ. അവൻ സംസാരിക്കുന്നത് തന്റെ അച്ഛനമ്മമാരോടാണെന്നോ അവരുടെ മുന്നിൽ വെച്ചാണ് കുറച്ചു മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള ഒരുവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതെന്നോ ഉള്ള ചിന്തകളൊന്നും അവളുടെ മനസ്സിലേക്ക് വന്നതുപോലുമില്ല. അവനെ ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ ഒരു പാവയെപ്പോലെ ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോഴും കണ്ണുനീരവളുടെ കാഴ്ചയെ മറച്ചിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ മാത്രം പരിചയമുള്ള ഒരുത്തന്റെ കൂടെ എന്റെ മകളെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? റയാന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരു പാവയെപ്പോലെ നിൽക്കുന്ന സ്വന്തം മകളോടുള്ള ദേഷ്യം കൂടി വാക്കുകളിൽ ആവാഹിച്ചുകൊണ്ട് നന്ദൻ ചോദിച്ചു. അത് കേട്ടതും തനിക്ക് കടക്കാൻ കഴിയാത്ത എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്ന വെപ്രാളത്തോടെ ആമി തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷേ അപ്പോഴും പുച്ഛം നിറഞ്ഞൊരു പുഞ്ചിരി മാത്രമായിരുന്നു റയാന്റെ ചുണ്ടുകളിൽ. മനസ്സില്ലെങ്കിൽ അതുണ്ടാക്കാനുള്ളതാണ് ഇവളുടെ കഴുത്തിൽ കിടന്നീ തൂങ്ങിയാടുന്നത്. അതവളുടെ കഴുത്തിൽ വന്നെന്ന് ഞങ്ങളും അറിഞ്ഞു. അതുകൊണ്ട് കളരിക്കലെ കൊച്ചു മുതലാളി അതിന്റെ ഗുണത്തെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കണ്ട. നന്ദൻ പുച്ഛത്തോടെ പറഞ്ഞു. വെയിറ്റ്. എന്റെ അമ്മായിയപ്പൻ പറഞ്ഞ ആ അറിവെന്താണെന്നോ അതാരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നോ എനിക്കറിയില്ല. പക്ഷേ ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ടൊരു വിശദീകരണം തരേണ്ടത് ഞാനും പിന്നെ ദേ ഇവളുമാണ്. ഇവള് തൽക്കാലം ഒരു വിശദീകരണത്തിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ലാത്ത സ്ഥിതിക്ക് അത് ഞാൻ തന്നെ തരാം. ഇവളെ കണ്ടെത്തിയത് എന്റെ ഗസ്റ്റ് ഹൗസിൽ എന്റെ ഒപ്പമാണ്. അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. ഇവൾ കളരിക്കൽ റയാൻ പോളിന്റെ പെണ്ണാണ്. നിസ്സാര ഭാവത്തിൽ അവൻ പറഞ്ഞതും ആമി അടക്കം ഹാളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടിത്തരിച്ചു പോയിരുന്നു. താൻ കേട്ടത് തന്നെയാണോ അവൻ പറഞ്ഞെന്ന് സംശയിച്ചിട്ടെന്ന പോലെ വെട്ടിത്തിരിഞ്ഞവനെ നോക്കുമ്പോൾ കണ്ണുനീരവളുടെ കാഴ്ചയെപ്പോലും മറച്ചിരുന്നു. ഇവളെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയത് ഞാനാണ്. അത് പക്ഷേ ഈ വിധമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എന്റെ പെണ്ണിന്റെ മാനം രക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമായി കണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ മിന്നും കെട്ടി. ഇനി ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും ആർക്കും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല മനസ്സോടെയാണെങ്കിൽ അങ്കിളും ആന്റിയും ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോയാൽ മതി. വേണ്ട, കളരിക്കൽ തറവാട്ടിൽ അന്തി ഉറങ്ങാൻ മാത്രമുള്ള വലിപ്പമൊന്നും ഒരു പാവപ്പെട്ട റേഷൻ കടക്കാരനും ഭാര്യയ്ക്കുമില്ല. ഞങ്ങൾ ഇറങ്ങുക. ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ഇവളിനി കളരിക്കലെ മരുമകളായി തന്നെ ജീവിച്ചോട്ടെ. ഞങ്ങൾക്കിനി ഇങ്ങനെയൊരു മകളില്ല. നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ അമർത്തി തുടച്ചുകൊണ്ട് ഇടറിയ സ്വരത്തിൽ പറഞ്ഞിട്ട് നന്ദൻ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു. ഇരുവരും അവസാനമായിട്ടെന്ന പോലെ ആമിയിലേക്ക് നോക്കിയെങ്കിലും അവരുടെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ മുഖം കുനിച്ചു നിന്ന് പൊട്ടിക്കരയാനേ ആ പെണ്ണിനപ്പോൾ സാധിക്കുമായിരുന്നുള്ളൂ. വാടി, പോകാം. ഹൃദയം നിലയ്ക്കാൻ പാകത്തിന് വേദനയുള്ളിൽ പിടയുമ്പോഴും പൂർണിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. അത് കണ്ടതും ആത്മീയയുടെ കരച്ചിൽ ഉച്ചത്തിലായി കഴിഞ്ഞിരുന്നു. മോളെ ജെസ്സി, ഈ കൊച്ചിനെ അകത്തോട്ട് കൊണ്ടുപോ. ശരി ഡാഡി. പോൾ വിളിച്ചതും അദ്ദേഹത്തിന്റെ മൂത്ത മരുമകൾ ജസീന്ത വന്ന് ആമിയെ ചേർത്തു പിടിച്ചു. അവളുടെ മേലേക്ക് ചാരി നടന്നു പോകുന്നവളെ നോക്കി നിൽക്കുമ്പോൾ പോളിന് വല്ലാത്ത വേദന തോന്നിപ്പോയി. മോനെ. അവരകത്തേക്ക് പോയതും റയാന്റെ തോളിൽ കൈവച്ച് ആശങ്കയോടെ അദ്ദേഹം ചോദിച്ചു. എനിക്കപ്പോ അങ്ങനെ പറയാനാ ഡാഡി തോന്നിയത്? ഞാൻ കെട്ടിയ മിന്നവളുടെ കഴുത്തിൽ കിടക്കുന്നത് വരെ അവൾ എന്റെ കെട്ടിയോളായി ഈ തറവാട്ടിൽ തന്നെ ജീവിക്കണം. പിന്നെ എന്റെ കാര്യം ഏതായാലും ഇങ്ങനെയൊക്കെയായി. അതുകൊണ്ടിനി ചോദ്യം ചെയ്യുന്നവരോട് ഇങ്ങനെ തന്നെ പറഞ്ഞേച്ചാൽ മതി. അതാ നല്ലത് എല്ലാവർക്കും. ഉറച്ച സ്വരത്തിൽ പറയുന്നവനെ നോക്കി നിൽക്കുമ്പോൾ പോളിന് തന്റെ മകനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മോനെ. വേണ്ട മമ്മി. മമ്മി എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഏതായാലും അവളെന്റെ ഭാര്യയാണ്. അതെങ്ങനെയാണെന്ന കാര്യമൊക്കെ മറന്നേക്ക്. എന്തോ പറയാമെന്ന റൂബിയെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും അവർ വിഷമത്തോടെ ഭർത്താവിനെ നോക്കി.
അല്ല, ഇനിയൊരു അന്യജാതിക്കാരി പെണ്ണ് മകന്റെ ഭാര്യയായി വന്നത് അംഗീകരിക്കാൻ ഡാഡിക്കും മമ്മിക്കും എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റെയർകേസിന് നേർക്ക് നടക്കാനൊരുങ്ങിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള അവന്റെ ചോദ്യം കേട്ട് പോൾ മൃദുവായിട്ടൊന്ന് ചിരിച്ചു. എന്റെ മകൻ ഒറ്റപ്പെട്ടു പോകാതെ അവന് ഇണയും തുണയുമാകാൻ കഴിയുന്ന ഒരു പെങ്കൊച്ചിനെ വേണമെന്നേ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അതിന് നിനക്കൊരുത്തിയെ മനസ്സിൽ പിടിച്ചെങ്കിൽ ഇവിടെ ആരും അവളുടെ ജാതിയും മതവും കുലവുമൊന്നും ചികഞ്ഞെടുക്കാൻ പോണില്ല. അപ്പന്റെ വാക്കുകൾ കേട്ടതും അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് റയാൻ പതിയെ മുകളിലേക്ക് കയറിപ്പോയി. ഇച്ചായ, പക്ഷേ ആ കൊച്ച് റയാന്റെ ഭാര്യയായിട്ട് ഈ തറവാട്ടിൽ തന്നെ. ഇന്നു മുതൽ ആത്മിക നന്ദകുമാർ കളരിക്കലെ രണ്ടാമത്തെ മരുമകളാണ് നമ്മുടെ റയാന്റെ ഭാര്യ. അവൻ പറഞ്ഞതുപോലെ അതിന് മുൻപുള്ളതൊക്കെ മറന്നേക്കും. ഭാര്യയുടെ ചുണ്ടുകൾക്ക് മുകളിൽ വിരൽ ചേർത്ത് വെച്ച് അവരെ തടഞ്ഞുകൊണ്ട് പോൾ പറഞ്ഞു. പിന്നെ ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ച വേണ്ടെന്ന മട്ടിൽ പുറത്തേക്കിറങ്ങിപ്പോയി.